നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതേതര ഇന്ത്യക്ക് മാതൃകയാക്കാവുന്ന മാതൃകാ പുരുഷോത്തമൻ സ്വാമി അയ്യപ്പനാണെന്ന് കേരള ദലിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ. സംഘപരിവാർ കലുഷിതമാക്കിയ ഇന്ത്യക്ക് ശ്രീരാമചന്ദ്രനേക്കാൾ അഭികാമ്യം വാവരുസ്വാമിയെ ചേർത്ത് പിടിക്കുന്ന അയ്യപ്പനാണെന്നും പി രാമഭദ്രൻ. റബ്ബർ തോട്ടത്തിന് തീ പിടിച്ചു. അഞ്ചലിലാണ് സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിൽ അപകടം ഒഴിവായി. ഞങ്ങൾ അവിടുന്ന് ഓടി വന്ന് കമ്പും ചവറും ഒക്കെ കൊണ്ടിട്ട് അടിച്ച് പായ കരിയിലൊക്കെ നീക്കിയൊക്കെ കളഞ്ഞ തീയെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അടച്ചു. ഇടച്ചാൽ നീന്തിക്കയറി ഗജവീരന്മാർ. മൺട്രോത്തുരുത്ത് പേരുംതുരുത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകരത്തിരുവാതിരയുടെ ഭാഗമായിരുന്നു ചടങ്ങ്. ഗജമേളയോടെ ഉത്സവത്തിന് സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. മതേതര ഇന്ത്യക്ക് മാതൃകയാക്കാവുന്ന മാതൃകാ പുരുഷോത്തമൻ സ്വാമി അയ്യപ്പനാണെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ. സംഘപരിവാർ കലുഷിതമാക്കി മാറ്റിയിരിക്കുന്ന ഇന്ത്യക്ക് ശ്രീരാമചന്ദ്രനേക്കാൾ അഭികാമ്യം വാവരുസ്വാമിയെ ചേർത്ത് പിടിക്കുന്ന അയ്യപ്പനാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൊല്ലത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. ഋഷി പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഇന്ത്യക്കാരിലെ ഭൂരിഭാഗം പേരും ഭാര്യ ഉപേക്ഷിച്ച രാമനേക്കാൾ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെയായിരിക്കും. രാമരാജ്യമാണ് വരേണ്ടതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രത്തിലേക്ക് എത്തിക്കാനുള്ള കുടില തന്ത്രം മാത്രമാണ്. അതിനെ ചെറുക്കേണ്ടത് മതേതര വിശ്വാസികളുടെ കടമയാണെന്ന് രാമഭദ്രൻ പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തെയോ രാമനെ ആരാധിക്കുന്നതിനോ ഞങ്ങൾക്ക് എതിർപ്പില്ല. എന്നാൽ പള്ളി പൊളിച്ചുള്ള രാമക്ഷേത്ര നിർമ്മാണത്തെയാണ് ഞങ്ങൾ അനുകൂലിക്കാത്തത്. ശ്രീരാമൻ്റെ മുകളിൽ ശ്രീ നരേന്ദ്രമോദിയെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് അയോധ്യയിൽ നടന്നത്. അത് വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയ കുടിലതന്ത്രം മാത്രമാണ്. ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള സംഘപരിവാറിൻ്റെ ദൂരം കുറയ്ക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയല്ല. കേരള ദലിത് ഫെഡറേഷൻ 28ാം ജന്മദിനാഘോഷവും സംസ്ഥാന നേതൃസമ്മേളനവും ജനുവരി 26 രാവിലെ 10 മണിക്ക് പാലക്കാട്ട് നടത്തും. KDF സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ KDF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് പ്രഹ്ലാദൻ, സംസ്ഥാന സെക്രട്ടറി വിനീത വിജയൻ, മീഡിയ സെൽ ജനറൽ കൺവീനർ ഐവർകാല ദിലീപ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംഘപരിവാർ കുതന്ത്രങ്ങളെ രാജ്യത്തെ മതേതര മനസ്സുകൾ തിരിച്ചറിയണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. യൂത്ത് കോൺഗ്രസ് ശൂരനാട് തെക്ക് മണ്ഡലം പ്രസിഡന്റായി ആകാശ് മുക്കട ചുമതലയേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെയും പ്രാണപ്രതിഷ്ഠയെയും തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കണ്ടതെന്നും VT ബൽറാം പറഞ്ഞു. സംഘപരിവാർ കുതന്ത്രങ്ങളെ രാജ്യത്തെ മതേതര മനസ്സുകൾ തിരിച്ചറിയണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. യൂത്ത് കോൺഗ്രസ് ശൂരനാട് തെക്ക് മണ്ഡലം പ്രസിഡന്റായി ആകാശ് മുക്കട ചുമതലയേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന തലം മുതൽ മണ്ഡലം തലം വരെ ഒരു പുതിയ നേതൃത്വം കടന്നു വന്നിരിക്കുകയാണ്. ഔപചാരികമായ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങുകൾക്കൊന്നും കാത്തു നിൽക്കാതെ മിക്കവാറും ആളുകൾ സമര രംഗത്തേക്ക് പ്രക്ഷോഭപാതയിൽ ഇതിനോടകം തന്നെ കടന്നു വന്നു കഴിഞ്ഞു. കേരളത്തിന്റെ ജനവിരുദ്ധ ഭരണാധികാരിയെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവിൽ വിചാരണ ചെയ്യാൻ കഴിയുന്ന, ഏത് സമ്മർദ്ദങ്ങൾക്കിടയിലും ഭീഷണിക്കിടയിലും മർദ്ദനമുറകൾക്കിടയിലും ആർജവത്തോടുകൂടി കേരളീയ യുവത്വത്തിന്റെ പ്രതികരണ ശേഷി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു യുവജന സംഘടന ഇന്ന് ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ ഈ സംഘടനയാണ്. ആ നിലയിലുള്ള പോരാട്ട വീര്യത്തിന്റെ പ്രദർശനമാണ് കേരളത്തിന്റെ തെരുവോരങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങളെ തകർത്തുകൊണ്ടാണ് നരേന്ദ്രമോദിയും കൂട്ടരും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെയും പ്രാണപ്രതിഷ്ഠയെയും തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കണ്ടത്. നാടിനെ വിഘടിപ്പിച്ച് മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്ദീപ് ശൂരനാട് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്ര, DCC വൈസ് പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി നായർ, DCC ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ കുട്ടി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹൈൽ അൻസാരി, KSU സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിച്ചു കൊല്ലം,
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പറമ്പിൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കാരക്കാട്ടനിൽ, നേതാക്കളായ അഡ്വക്കേറ്റ് ബി ശ്രീകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ ഡി പ്രസാദ്, അജയൻ ഇഞ്ചക്കാട്, ശ്യാം ശൂരനാട്, എ വി ശശിധരക്കുറുപ്പ്, സരസ്വതിയമ്മ, ആശാ രമേശ്, ആദിക്കാട്ട് രവീന്ദ്രൻ പിള്ള, അരുൺ ഗോവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഡിവൈഎഫ്ഐ വിട്ട് യൂത്ത് കോൺഗ്രസിൽ ചേർന്ന 25ഓളം പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ആദരവും നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മീനത്തതിൽ പാറപ്പുറം കോളനി റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകി. 7 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു റോഡ് നിർമ്മാണം. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ മീനത്തേതിൽ പാറപ്പുറം കോളനി റോഡാണ് CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തത്. 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനകരമായ റോഡാണ്. ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ശ്രീ CO കണ്ണൻ നിരന്തരമായി അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും നാട്ടുകാർ ഓരോരുത്തരായി എന്നെ സമീപിക്കുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ നമുക്ക് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബീന ജവാദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 7 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു റോഡ് നിർമ്മാണം. 143 മീറ്റർ നീളമുള്ളതാണ് റോഡ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. റബ്ബർ തോട്ടത്തിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. അഞ്ചലിലാണ് സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് ദുരന്തം ഒഴിവായി. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഏറം കിഴക്കുഭാഗത്താണ് സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടത്തിന് തീപിടിച്ചത്. തീ വഴി കടന്ന് പോകാതിരിക്കും. തീക്ക് വഴി വന്നാൽ കഴി നിൽക്കും. ഒന്നിൽ ഇവിടെ വന്ന് നിൽക്കും, അപ്പുറത്ത് പോകൂല. ഇത് അപ്പുറം ഇപ്പുറം കത്തിച്ചേരാം. തീപിടിച്ച സ്ഥലത്ത് വാഹനം എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് റബ്ബർ തോട്ടത്തിൽ പടർന്ന തീ നിയന്ത്രണ വിധേയമാക്കിയത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ തീയെത്തുന്നു പറയുന്നത്. ഞങ്ങൾ അവിടുന്ന് ഓടി വന്ന് കമ്പും ചവറും ഒക്കെ കൊണ്ടിട്ട് അടിച്ച് പായ കരിയിലേക്ക് നീക്കിയൊക്കെ കളഞ്ഞ തീയെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അടച്ചു. എല്ലാവരും ഉണ്ട്. തൊഴിലുറപ്പിൽ നിന്ന് ഞങ്ങൾ മൊത്തം പേരും വന്നു. പിന്നെ ഇവിടെ ഉള്ള പിള്ളേരും എല്ലാവരും കൂടെ വന്നോണ്ട് ഇത്രയും ഭാഗമേ കത്തിയോളൂ. അല്ലാതെ ഈ മൊത്തം കത്തി എല്ലാവരും ചത്തുപോയായിരുന്നു. ഇനി ആരെങ്കിലും വല്ല വീഡിയോ അങ്ങനെ വലിച്ചു ഇട്ടതാണോ ഇനി അല്ലാതെ കത്തിയതാണോ അങ്ങനെയൊന്നും ആർക്കും അറിയത്തില്ല. അഞ്ചൽ പോലീസ് അറിയിച്ചതിനെ തുടർന്ന് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഫയർഫോഴ്സിന്റെ വാഹനം എത്താൻ പറ്റാത്ത സ്ഥലത്താണ് തീപിടിച്ച റബ്ബർ തോട്ടം. സ്ഥലത്തെത്തിയ പുനലൂർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തോട്ടത്തിന്റെ 4 വശത്തും പടർന്ന തീ അണഞ്ഞുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മടങ്ങിയത്. ആരോ മനഃപൂർവ്വം തീയിട്ടതാകാമെന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത്. വാർഡിൽ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ഓടിയെത്തിയാണ് തീ കെടുത്തിയത്. റബ്ബർ തോട്ടത്തിലെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് തീ പടർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നാടൻപാട്ട് കലാകാരൻ ആർ മനോജിന് ഫോക്ലോർ പുരസ്കാരം. കരുനാഗപ്പള്ളി, കുലശേഖരപുരം, കോട്ടയ്ക്കുപുറം, ശശിഭവനിൽ ആർ മനോജ് നിരവധി വേദികളിൽ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്ററും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. പാവുമ്പ ക്ഷീരസംഘത്തിൽ കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാലിത്തീറ്റ വിതരണം ചെയ്യുന്നത്. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പാവുമ്പ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് താനുവേലി ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് ഉത്പാദന മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്ക് ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. എത്രമാത്രം ചെലവഴിക്കാം അത്രയും തുക കൊള്ളിച്ചുകൊണ്ടാണ് പദ്ധതിക്ക് രൂപം. യഥാർത്ഥത്തിൽ ഭയങ്കര ദുരിതം അനുഭവിക്കുന്ന ഒരു കർഷക സമൂഹമാണ് ക്ഷീരകർഷകർ. ഞാനൊരു ക്ഷീരകർഷകനാണ്. പക്ഷേ സമൂഹത്തിൽ ഇന്ന് അവർക്ക് നല്ല ഒരു കർഷകരുടെ കൂട്ടത്തിൽ വിലയുള്ള ഒരു കർഷക സമൂഹമായി മാറുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷീരസംഘങ്ങൾ വരുന്നതിന് മുമ്പേ വീടുകളിൽ പാല് കൊടുത്ത് എന്റെയൊക്കെ കൊച്ചു നാളിൽ ഇതേപോലെ കടകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വൈകിട്ട് റേഷനും മേടിക്കാൻ വേണ്ടി പൈസയ്ക്കും വേണ്ടി കാത്തിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മധു മാവോലിൽ അധ്യക്ഷത വഹിച്ചു. സംഘം പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ക്ഷീരവികസന ഓഫീസർ അബ്ദുൾ സലീം പദ്ധതി വിശദീകരണം നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകുമാരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബിജു, സംഘം സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. പുസ്തകക്കൂട് പ്രവർത്തനം ആരംഭിച്ചു. ഓച്ചിറ കൊറ്റമ്പള്ളി GLPSലെ വിദ്യാർത്ഥികളാണ് പാട്ടത്തിൽ മുക്കിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ആവോളം വായന എന്ന ആശയം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനായാണ് കൊറ്റമ്പള്ളി GLPSന്റെ
നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂളിന് സമീപ ജംഗ്ഷനായ പാട്ടത്തിൽമുക്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പുസ്തകക്കൂടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറ്റമ്പള്ളി ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ചേർന്ന് നമ്മുടെ പാട്ടത്തിമുക്കിലെ വെയിറ്റിംഗ് ഷെഡിൽ ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യതയായി കണക്കിലാക്കിക്കൊണ്ട് അവിടെ വരുന്ന യാത്രക്കാർക്ക് വായിക്കുവാനും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുവാനുമുള്ള ഏറ്റവും ആധുനികവും അതുപോലെ തന്നെ അനിവാര്യമായ ഒരു പദ്ധതി നടപ്പാക്കുകയാണ്. ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അടിസ്ഥാനപരമായ അറിവുകൾ നേടുന്നത് വായനകളിൽ കൂടി തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളിൽ നമുക്ക് വായിക്കുന്നതിൻ്റെ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ആ വായിക്കുന്നതിന് വേണ്ടിയുള്ള പുസ്തകം നൽകുന്നതിനോട് കൂടി തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് കുറ്റമ്പള്ളി ഗവൺമെന്റ് LPSലെ SMCയുടെയും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടു കൂടി തന്നെയുള്ള ഇങ്ങനെയുള്ള ഒരു പൊതുയിടങ്ങളിലെ ലൈബ്രറി എന്നൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. നേതാജി ഗ്രന്ഥശാല ലൈബ്രറിയൻ അനിൽ ബാബുവാണ് പുസ്തകക്കൂട്ടിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ സംഭാവന നൽകിയത്. പ്രഥമാധ്യാപിക S. ജയകുമാരി, SMC ചെയർമാൻ ദിലീപ് ശങ്കർ, SMC വൈസ് പ്രസിഡന്റ് അജിത, കോർഡിനേറ്റർ ജാസ്മിൻ J, യസ്മിത, അധ്യാപകരായ A. സജീന, A. ഹരിപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. കാലഘട്ടത്തിൽ വായനയുടെ പ്രാധാന്യം കുട്ടികളിലൂടെ മുതിർന്നവരിലെത്തിക്കുന്നതിനും ഇപ്പോൾ ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും ഒരു കാലഘട്ടമാണ്. വായന വളരെ കുറവുള്ള അവസരമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് കുഞ്ഞുങ്ങളിലൂടെ ഞങ്ങൾ ഈ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. പൊതുസമ്മേളനം ഗായിക ദലീമ ജോജോ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നിസാം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഹോർട്ടികോർപ്പ് ചെയർമാൻ S. വേണുഗോപാൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് ആദരം നൽകി. സുജാ ജോൺ, PT സുഷ, V. ജസ്മോൾ, ആരിസ് വർഗീസ്, M. മൈക്കിൾ എന്നിവരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് ആര്യ അജയ് വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ പ്രഥമാധ്യാപകൻ സുനിൽ വർഗീസ്, സ്റ്റാഫ് പ്രതിനിധി ബിജു വർഗീസ്, മൗണ്ട് താബോർ ദേറ മാനേജർ യൗനാൻ ഷാമുൽ റംബാൻ, മൗണ്ട് താബോർ ദേറ സെക്രട്ടറി ഫിലിപ്പ് മാത്യു, മൗണ്ട് താബോർ ദേറ ബെർസാർ ഡോക്ടർ ഡേവിഡ് കോശി റംബാൻ, ദേറ ഗവേണിംഗ് മെമ്പർ സുബിൻ വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പൊന്നമ്മ ജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഫാറൂഖ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. എൻ്റെ ഗ്രാമത്തിൽ ഞാൻ അന്ന് പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് പഠനത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് പാടുവാനുള്ള കഴിവായിരുന്നു. പാടുവാനും വരയ്ക്കുവാനും ഒക്കെയുള്ള കഴിവുകളായിരുന്നു. പക്ഷെ എൻ്റെ അധ്യാപകര് എന്നെ പാടുവാനായിട്ട് നിർബന്ധിക്കുമായിരുന്നു. ഇവിടെ നീ പാടിയേ പറ്റൂ, ഈ സ്റ്റേജിൽ അന്നൊക്കെ എനിക്ക് പാടാൻ വല്ലാത്ത പേടിയായിരുന്നു കേട്ടോ. കുഞ്ഞുനാളിലെ നമുക്ക് സ്റ്റേജിലൊക്കെ കയറുമ്പോൾ വല്ലാത്ത പേടി അനുഭവപ്പെടും. എല്ലാവർക്കും ഉണ്ടാകത്തില്ല, ചില കുട്ടികൾക്കൊക്കെ ഒരു പേടിയും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ കൊച്ചുമക്കൾക്ക് ഒരു പേടിയും ഉണ്ടാവില്ല. പക്ഷെ പഴയ കാലഘട്ടത്തിലേക്ക് ഈ സ്റ്റേജൊക്കെ കാണുന്നത് അന്നൊക്കെ വലിയ കുട്ടികളോട് വേണം നമ്മൾ സംഗീതത്തിലാണെങ്കിലും മത്സരിക്കുവാനായിട്ട്. നമ്മുടെ കഴിവുകൾ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് കുതിക്കുവാനായിട്ട് ശ്രമിക്കണം. അധ്യാപകരോടാണെങ്കിലും എനിക്ക് ഇത്രത്തോളം കഴിവുകളുണ്ട്, എനിക്ക് ഇതെല്ലാം അറിയാം, എൻ്റെ സാറേ എനിക്ക് ഇതൊക്കെ അറിയാം എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. നമ്മുടെ കഴിവ് പലതരത്തിലായിരിക്കും കേട്ടോ. HM സ്ലീബ വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് സുനിൽ ദാനിയൽ, മദർ PTA പ്രസിഡന്റ് ആര്യ ബാഷ്, സ്കൂൾ ലീഡർ ഐറിൻ റോസ് ബിനോജ്, സ്കൂൾ ചെയർപേഴ്സൺ ആൻ മീതൽ മാത്യു, സ്കൂൾ ഡെപ്യൂട്ടി HM സുജാ ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ഫെബി K. എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പതിവ് തെറ്റിക്കാതെ ഇടച്ചാൽ നീന്തിക്കയറി ഗജവീരന്മാർ. മൺട്രോത്തുരുത്ത് പേരുംതുരുത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകരത്തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ചാണ് ഗജവീരന്മാർ കായൽ നീന്തി കടന്നത്. ഗജമേളയോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. മൺട്രോത്തുരുത്ത് പേരുംതുരുത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകരത്തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് ഗജവീരന്മാർ കായൽ നീന്തിക്കടക്കുന്നത് കാണാൻ ആയിരങ്ങളാണ് കായൽക്കരയിൽ എത്തിച്ചേർന്നത്. ഗജമേളയോടെ ഉത്സവത്തിന് സമാപനമായി. കെട്ടുകാഴ്ചയായി പട്ടംതുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴാണ് ഇടച്ചാൽ നീന്തിക്കയറുന്നത്. ഇത്തവണ 5 ആനകൾ ഇടച്ചാൽ നീന്തിക്കയറി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെങ്ങന്നൂരിൽ നിന്നും നാടുവിട്ട് മൺട്രോത്തുരുത്തിലെത്തിയ ബ്രാഹ്മണ കുടുംബം പരദേവതാ വിഗ്രഹം തലയിലേറ്റി കായൽ നീന്തിക്കടന്ന് പേരുംതുരുത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയതിന്റെ സങ്കല്പമായാണ് ഉത്സവവും ഇടച്ചാൽ നീന്തിക്കയറ്റവും നടത്തുന്നത്. നൃത്തനാടകം, ആറാട്ട് എന്നിവയോടെയാണ് ഉത്സവത്തിന് സമാപനമായത്. അഷ്ടമുടി ഇടമനമഠം ദേവിദാസൻ ഭണ്ഡാരത്തിൽ, മേൽശാന്തി കിഴക്കേവിള അനിൽകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ആറാട്ട്, കൊടിയിറക്കം എന്നിവ നടത്തി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓച്ചിറ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. മകരപൗർണമി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടത്തിയത്.
ഓച്ചിറ മഹാലക്ഷ്മി ക്ഷേത്രത്തിലാണ് ഓച്ചിറ പൊങ്കാല നടന്നത്. മകരപൗർണമി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടത്തിയത്. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു ഓച്ചിറ പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. പഴയ ദേശീയപാതയോരത്ത് നിരവധി പേരാണ് പൊങ്കാല ചടങ്ങിൽ പങ്കെടുത്തത്. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആനയിടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പറയിടിയിലിന് തുടക്കമായി. വലിയ വീട്ടിൽ തറവാട്ടിലായിരുന്നു കൈനീട്ടപ്പറ. ഈ മാസം 30-ന് പറയെടുപ്പ് സമാപിക്കും. ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പറയിടിയിലിനാണ് തുടക്കമായത്. മേൽശാന്തി ഋഷികേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വലിയ വീട്ടിൽ തറവാട്ടിലായിരുന്നു കൈനീട്ടപ്പറ. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രകുമാർ, വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ, സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള, ട്രഷറർ ബിനു ആനയടി, ജോയിന്റ് സെക്രട്ടറി മോഹൻകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 30-ന് പറയിടി കരകളിൽ സമാപിക്കും. 31-ന് ഉത്സവത്തിന് കൊടിയേറും. ന്യൂസ് ബ്യൂറോ, ചൂരനാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മതേതര ഇന്ത്യക്ക് മാതൃകയാക്കാവുന്ന മാതൃകാ പുരുഷോത്തമൻ സ്വാമി അയ്യപ്പനാണെന്ന് കേരള ദലിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ. സംഘപരിവാർ കലുഷിതമാക്കിയ ഇന്ത്യക്ക് ശ്രീരാമചന്ദ്രനേക്കാൾ അഭികാമ്യം വാവരസ്വാമിയെ ചേർത്ത് പിടിക്കുന്ന അയ്യപ്പനാണെന്നും പി രാമഭദ്രൻ. വഴി വന്നാൽ കഴി നിൽക്കും, ഒന്നിൽ ഇവിടെ വന്ന് നിൽക്കും. റബ്ബർ തോട്ടത്തിന് തീ പിടിച്ചു. അഞ്ചലിലാണ് സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഇടപെടലിൽ അപകടം ഒഴിവായി. ഞങ്ങൾ അവിടുന്ന് ഓടി വന്ന് കമ്പും ചവറും ഒക്കെ കൊണ്ടിട്ട് അടിച്ച് പായ കരിയിലേക്ക് നീക്കിയൊക്കെ കളഞ്ഞ തീയെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അടച്ചു. ഇടച്ചാൽ നീന്തിക്കയറി ഗജവീരന്മാർ. മൺട്രോത്തുരുത്ത് പേരുംതുരുത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകരത്തിരുവാതിരയുടെ ഭാഗമായിരുന്നു ചടങ്ങ്. ഗജമേളയോടെ ഉത്സവത്തിന് സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കേരള വിഷന്റെ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷനും ജില്ലാ ചാനലും ജനുവരി 30-ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിനു മുന്നോടിയായി കൊല്ലം ജില്ലയിലെ കേരള വിഷന്റെ 3.5 ലക്ഷം ഉപഭോക്താക്കൾ ഗുണകരമാകുന്ന 20-ലധികം കൺസ്യൂമർ സ്റ്റോറുകളും 30-ലധികം സെയിൽസ് കൗണ്ടറുകളും ജില്ലയിൽ തുറക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായി സെൻട്രൽ സ്റ്റോറായ സൗത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം ജനുവരി 20 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുണ്ടറ ഇളമ്പള്ളൂർ കേരള വിഷൻ അനക്സിൽ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പി സുരേഷ് കുമാർ നിർവഹിക്കും. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററിൽ നിന്നും ചോദിച്ചറിയുക. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം.